بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. عن أبي محمد الحسن بن علي بن أبي طالب رضي الله عنهما قال: حفظت من رسول الله صلى الله عليه وسلم: دع ما يريبك إلى ما لا يريبك. ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഹഫിൽതു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഞാൻ മനപ്പാഠം പഠിച്ചു, കേട്ട് പഠിച്ചു. ദഅ മാ യരീബുക, നിനക്ക് സംശയമുള്ള കാര്യത്തെ നീ ഒഴിവാക്കുക. ഇലാ മാ ലാ യരീബുക്, സംശയമില്ലാത്തതിലേക്ക്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് സംശയമാണ്, ഹക്കാണോ ബാത്തിലാണോ എന്ന് സംശയം, മറ്റേത് ഉറപ്പാണ്. അപ്പൊ സംശയമുള്ളതിനെ ഒഴിവാക്കിയിട്ട് ഹക്കാണെന്ന് ഉറപ്പുള്ളതിന് നിൽക്കുക, അതിനെ നീ സ്വീകരിക്കുക. അത് ഏത് മേഖലയിലും. കാരണം എന്താണ്? സത്യസന്ധത എന്നുള്ളത്, സത്യം എന്നുള്ളത് അത് മനസ്സിന് സമാധാനമാണ്. എന്ത് സംഭവിച്ചാലും ഞാൻ ഹക്കിലാണ്, ഞാൻ സിദ്ഖിലാണ്, സത്യസന്ധതയിലാണ് എന്നുള്ളൊരു മാനസിക സമാധാനം ആ വ്യക്തിക്ക് ഉണ്ടാവും. നേരെ തിരിച്ച് കളവ് എന്നുള്ളത് രീബത്താണ്. അത് മനസ്സിന് ചൊറിച്ചിലുണ്ടാക്കും, ഇടങ്ങേറുണ്ടാക്കും. ഒരു മനസ്സാക്ഷിക്ക് ഒരു കുത്തുണ്ടാവുമല്ലോ, ഞാൻ പറഞ്ഞത്, ഞാൻ ചെയ്യുന്നത് ബാത്തിലാണ്, ഞാൻ സത്യസന്ധക്ക് എതിരായിട്ടാണ് ഈ ചെയ്യുന്നത്, കളവാണ് പറയുന്നത് എന്നുള്ളൊരു മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന കാര്യമാണ് കദിബ്. റവാഹു തിർമിദി, തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസാണ്. വഖാല ഹദീസുൻ സഹീഹുൻ. അടുത്തൊരു ഹദീസ്. عن أبي سفيان صخر بن حرب رضي الله عنه في حديثه الطويل في قصة هرقل. ഹിർക്കൽ രാജാവിന്റെ അടുക്കൽ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ജാഹിലിയ കാലത്ത് ഹിർക്കൽ രാജാവിനോട് നടത്തിയ സംഭാഷണമുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള സംസാരം. അതിൽ ഹിർക്കൽ ചോദിക്കുകയാണ്: ഫമാദാ യഅ്മുറുക്കും, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് എന്താണ് കൽപ്പിക്കുന്നത്, അവൻ എന്താണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്? യാനി അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാല അബൂ സുഫിയാൻ, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയാണ്: ഖുൽതു, ഞാൻ പറഞ്ഞു, യഖൂലു, മുഹമ്മദ് നമ്മോട് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉഅ്ബുദുല്ലാഹ വഹ്ദഹു ലാ തുശ്രികൂ ബിഹി ശൈഅ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്ന് നമ്മളോട് പറയുന്നത് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, അവനൊരിക്കലും നിങ്ങൾ പങ്കു ചേർക്കരുത്, ശിർക്ക് ചെയ്യരുത്. വത്റുകൂ മാ യഖൂലു ആബാഉക്കും, നിങ്ങളുടെ പിതാക്കന്മാർ പറയുന്ന ആ കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ ഒഴിവാക്കണം. ആ കെട്ടുകഥകളും അതൊക്കെ, ആ പാരമ്പര്യവാദം നിങ്ങൾ ഒഴിവാക്കണം. വയഅ്മുറുന, അതേപോലെ തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിക്കുന്നു, ബിസ്സലാത്തി, നിസ്കരിക്കാൻ, വസ്സിദ്ഖി, സത്യസന്ധത പാലിക്കാൻ, വൽ അഫാഫി, ചാരിത്രം പാലിക്കാൻ, വസ്സിലതി, കുടുംബബന്ധം ചേർക്കാൻ. ഇത് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ജാഹിലിയത്തിൽ ഉണ്ടായിരിക്കെ ഹിർക്കൽ രാജാവിന്റെ അടുക്കലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അവിടെ നടന്ന സംഭാഷണമാണ്. ഇപ്പൊ ഹിർക്കൽ രാജാവ് ചോദിക്കാണ് അബൂ സുഫിയാനോട്, മുഹമ്മദ് എന്താണ്, ആരാണ് മുഹമ്മദ്, എന്താണ് നിങ്ങളോട് പറയുന്നത്? അപ്പൊ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അന്ന് നൽകിയ മറുപടിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തൗഹീദും ഷിർക്കും, തൗഹീദിനെ കൽപ്പിക്കുന്നു, ഷിർക്ക് വിലക്കുന്നു, അതുപോലെ തന്നെ നിസ്കരിക്കാനും സത്യസന്ധത പാലിക്കാനും ചാരിത്രം പാലിക്കാനും കുടുംബബന്ധം ചേർക്കാനും അതൊക്കെ നമ്മളോട് കൽപ്പിക്കുന്നു എന്ന് മുത്തഫഖുൻ അലൈഹി, ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. അപ്പം ആദ്യകാലത്ത് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രീതിയിലുള്ള സ്വഭാവത്തിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട് മുഅ്മിനിന്റെ ജീവിതത്തിൽ, സത്യസന്ധത എന്നുള്ളത്. അതാണ് ഈ രണ്ട് ഹദീസ്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.